സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനം ഈ കഴിഞ്ഞ ഡിസംബർ 30-ന് കാസർഗോഡ് നടന്നതിൻ്റെ ശേഷം സമസ്തയുടെ നേരാവകാശികൾ ഞങ്ങളാണെന്ന് ഗീർവാണം മുഴക്കി രാജ്യത്തെ മലിനീകരണം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ചേളാരി വിഭാഗം അവർക്കാകെ വിറളി പൂണ്ടിരിക്കുകയാണ്. ആ പരിപാടി അത്രമാത്രം ഗംഭീര വിജയമായി എങ്കിൽ സാക്ഷാൽ 100-ാം വാർഷിക സമ്മേളനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ വലിയ തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ച് ഏഷാതെ പോയ കളവുകളും അവരുടെ സുവനീറുകളിൽ കുത്തി നിറച്ച കളവുകളുടെ ആവർത്തനങ്ങളുമൊക്കെയായി പലരും ടെക്സ്റ്റ് മെസ്സേജിലൂടെയൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. വിവരദോഷിയായ ഒരു വെളിമുക്കുകാരൻ സ്വന്തം എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവർ എഴുതി വെച്ച കളവുകളുടെ കൂമ്പാരമാകുന്ന ഇതുവരെ ഇറങ്ങിയ സുവനീറുകളുടെ സമാഹാരത്തിൽ നിന്നും എടുത്ത കളവിൻ്റേതായ ആ ഒരു കോമ്പല തന്നെ തീക്കൊളുത്തിയിരിക്കുകയാണ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ. അതിൽ പറയപ്പെട്ട പലതും എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും മുമ്പ് സുന്നി പ്രവർത്തകന്മാർ അക്കമിട്ട് മറുപടി പറഞ്ഞ് അതിന് തിരിച്ച് മറുപടി പറയാനില്ലാതെ ഒളിഞ്ഞുപോയവരും ഒളിച്ചുപോയവരും ഒളിച്ചോടിയവരുമാണ് മറുഭാഗം. പക്ഷേ ഗീബൽസിൻ്റെ തത്വം സ്വീകരിച്ച ഇവർ ഒരു വട്ടം പറഞ്ഞ കളവുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അത് സത്യമായി ഭവിക്കുമെന്ന ആ തത്വം ജനങ്ങളിൽ കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും മറുപടി പറയാൻ ദാരിദ്ര്യം അനുഭവപ്പെട്ട അതുപോലെ ഇന്ധനം തീർന്ന ആ വിഷയങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിൽ പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സുന്നി പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും അറിയുന്നതും മറുപടി അറിയുന്നതുമൊക്കെയാണ്. എന്നാൽ പലപ്പോഴും സുന്നി പ്രവർത്തകന്മാർക്ക് തന്നെ സംശയമുള്ള 2 കത്തുകളുടെ കാര്യം അതിൽ പറയുന്നുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന നിലക്ക് ഇപ്പോൾ വലിയ ഉഷാറുള്ളൊരു സംഗതി എന്ന നിലക്ക് ഇറക്കിയ ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിൽ 2 കത്തുകളുടെ കാര്യം പ്രധാനമായി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന നീണ്ട ഒരു പുസ്തകമാക്കാൻ പറ്റുന്ന ടെക്സ്റ്റാണ്. കാരണം സുവനീർ കോപ്പി അടിച്ചാൽ അത് മാത്രം ഉണ്ടാവുമല്ലോ. അതിൽ പറയുന്നത് 1979 AP ഉസ്താദ് ഖത്തറിലേക്ക് മർക്കസിൻ്റെ പ്രചരണത്തിനും മറ്റുമൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് സലീം മൗലവി എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് അനുയായിയോ ആരെന്നറിയില്ല, ഏതായാലും അദ്ദേഹത്തിൻ്റെ കൂടെ വേദി പങ്കിടുകയും ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണമെന്ന് കാന്തപുരം അവിടെ നിന്ന് പ്രസ്താവിക്കുകയും ചെയ്തു എന്നുള്ള കല്ലുവെച്ച നുണ. ഇതിനൊക്കെ ആഖിറത്തിൽ ഇവർക്ക് മറുപടി പറയേണ്ടി പറയും. ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഗീബത്തും നമീമത്തിനും പുറമെ കളവും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല എന്ന് AP ഉസ്താദ് പറഞ്ഞു എന്നാ പറയുന്നത്. അതിപ്പോൾ AP ഉസ്താദ് എവിടെയും പറയുന്നതാണ്. ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമുക്ക് യോജിക്കാവുന്നതാണ്. മദ്ഹബിൻ്റെ ഇമാമുകൾ തമ്മിലുള്ള ഫർക്കുകളൊക്കെ അതാണല്ലോ, ശാഖയുള്ളൂ. പക്ഷെ ഇവരുദ്ദേശിക്കുന്നതല്ല, വഹാബികളായിട്ട് യോജിക്കുക എന്നായിരിക്കും ഇവർ ഉദ്ദേശിച്ചത്. അതിന് അടിസ്ഥാനപരമാണ്. അത് വഹാബികളുടെ ആശയങ്ങൾ പഠിക്കാത്തത് കൊണ്ടുള്ള വിവരക്കേടാണ്. പഠിക്കാത്തതിനാൽ ഉണ്ടായി തീർന്ന വിവരക്കേട് കൊണ്ടുണ്ടായതാണ്. അപ്പം ഏതായാലും ആ ഖത്തറിൽ സലീം മൗലവിയോടൊപ്പം വേദി പങ്കിട്ടു. അത് വലിയ ഒരു സബുൽ മുബിക്കാത്താണ്. ഇവരെ മുതലക്കുളത്ത് പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല. വഹാബികളോടൊപ്പം ജാമിയയിൽ മജീദിനെ പോലെയുള്ള പക്കാ വഹാബികളെയും വഹാബിനെ പോലെയുള്ള മറ്റു വഹാബികളെയും മറ്റാരെയൊപ്പം പങ്കെടുക്കുന്ന അവർക്ക് തടസ്സമില്ല. അവർക്ക് പിന്നെ ഹിസാബില്ല. ഏമലൂമാശയിത്തും നിങ്ങൾ ചെയ്തോളി തോന്നുന്നതൊക്കെ എന്ന് ബദരീങ്ങളോട് പറയപ്പെട്ടതുപോലെ ഇവരോട് പറയപ്പെട്ടു എന്ന് തോന്നും. പക്ഷെ അത് AP ചെയ്യാൻ പാടില്ല എന്നതാണ് അവരുടേതായ ഒരു മാനിഫെസ്റ്റോ. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അംഗീകരിക്കുന്നത് ആ മാനിഫെസ്റ്റോ തന്നെയാണ്. ഇവർക്ക് ആ അംഗീകാരമില്ല എങ്കിലും തർക്കുൽ മുവാലാത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ അടിസ്ഥാന ആശയം തന്നെ അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് അതാണ്. ആ തർക്കുൽ മുവാലാത്ത് പാലിക്കണമെന്ന് എല്ലായിടത്തും നമ്മൾ സാന്ദർഭികമായി പറ്റുന്നിടത്തൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. AP ഉസ്താദ് അതിൻ്റെ ഒന്നാമത്തെ ആളുമാണ്. അതേസമയം ഒരാൾ
വിദേശത്ത് പോയിട്ട് അവിടെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ആ വേദിയിൽ നുഴഞ്ഞു കയറിയിട്ടോ മറ്റോ വന്ന ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനോ വഹാബിയോ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോയ ആ മൗലവിയെപ്പോലും ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, ഏത് പ്രസ്ഥാനക്കാരെന്ന് അറിയാത്ത, ആരാണ് ഇയാൾ എന്ന് പോലും അറിയാത്ത ഒരാൾ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് വലിയ അപരാധമായിട്ട് ഇവർ ഉയർത്തി കാണിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല എന്ന് AP പ്രസ്താവിക്കുകയും ചെയ്തു. ആ പ്രസ്താവനയ്ക്ക് തെളിവെന്താണ്? 1979 നവംബർ മാസം 16 ഇറങ്ങിയ ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയാണ്. നമ്മൾ ബുഖാരിയൊക്കെയാണ് തെളിവെന്ന് കരുതി. എന്താണ് ഈ ചന്ദ്രിക? ഏതാണ് ഈ ചന്ദ്രിക? സിനിമയുടെ പരസ്യം കൊടുത്തിട്ട് അതിനെതിരെ AP ഉസ്താദ് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ആജീവനാന്ത ശത്രുവായി പ്രഖ്യാപിച്ച ചന്ദ്രിക. AP ഉസ്താദിന് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു പ്രസ്താവന ഒരു 4-5 കൊല്ലം മുമ്പ് വരെ ചന്ദ്രിക കൊടുത്തായി നിങ്ങൾക്കറിയോ? പിന്നെ പിടുത്തം കിട്ടൂല, ഈ സത്യം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ജനങ്ങളത് ഉൾക്കൊള്ളുന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് ഇപ്പം ചില സമ്മേളനങ്ങളൊക്കെ ഉള്ള മാതിരിയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ആജീവനാന്ത ശത്രുവായി AP ഉസ്താദിൻ്റെ ചലനങ്ങളെയും EKയുടെ ചലനങ്ങളെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കാൻ ഒരുപാട് കാലം അധ്വാനിച്ച ഒരു ലീഗിൻ്റെ മുഖപത്രമാണ് ചന്ദ്രിക എന്ന് പറയുന്നത്. ആ ചന്ദ്രികയിൽ എഴുതിയതായ കളവുകൾക്കും മനുഷ്യൻ്റെ മേലിൽ കറ്റുകെട്ടി പറഞ്ഞതായ അപാകതകൾക്കും കുറ്റങ്ങൾക്കും കയ്യും കണക്കില്ല. ഒരുപാട് കാലമായാലും ഇറങ്ങൽ തുടങ്ങിയിട്ട്. അങ്ങനത്തെ ചന്ദ്രികയിൽ റിപ്പോർട്ട് വന്നതാണ്. എന്താണ്? AP ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കാം, അത് പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ്. അത് എവിടെയും നമ്മൾ പറയുന്നതിനാണ്. പക്ഷെ അവർ ഉദ്ദേശിച്ചതല്ല. വഹാബികളായിട്ട് ഐക്യമാകാം, അവരുമായി യോജിക്കാം എന്നാണ്. അത് ഒരിക്കലും AP ഉസ്താദ് പറയുകയില്ല. അത് അടിസ്ഥാനപരമാണ്. അപ്പോൾ സുന്നിസത്തെക്കുറിച്ച് പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഏതായാലും ഒരു കളവ് 100 വട്ടം ആവർത്തിച്ച് ഏകദേശം 79 45 കൊല്ലത്തോളം കഴിഞ്ഞു. അതിന് ഇതുവരെയും സുന്നി പ്രവർത്തകന്മാർ തെളിവ് ചോദിച്ചിട്ട് അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. സലീം മൗലവി എന്ന് പറയുന്ന അവിടെ ഖത്തറിൽ ഉണ്ടായിരുന്ന ഒരു മൗലവി അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടു എന്നുള്ളത് പിന്നീടാണ് കാന്തപുരം തന്നെ അറിയുന്നത്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടായ പരിപാടിയിൽ ഇപ്പം ഉണ്ടല്ലോ, ചിലയിടത്തൊക്കെ ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ ഉസൈം അടവൂർ എന്ന സാധനം ഉണ്ട് അവർക്ക്, വഹാബികൾക്ക്. ക്ഷണിക്കാതെ തന്നെ നുഴഞ്ഞു കയറി കണ്ട് അയാൾക്ക് വന്ന പരിപാടികളൊക്കെ എല്ലാവർക്കും കൈയെടുത്ത് കാണ്ട് ഫോട്ടോ എടുത്ത് കാണ്ട് സൗഹാർദ്ദം ഉണ്ടാക്കലാണ്. എന്തിനാണ്? സുന്നി പ്രവർത്തകന്മാരും നേതാക്കന്മാരെയൊക്കെ ജനമധ്യത്തിൽ താറടിക്കാൻ വേണ്ടി ഇവർ വഹാബിനായിട്ട് സഹകരിക്കുന്നു. ഇദ്ദേഹം ഏത് പരിപാടി പങ്കെടുത്താലും കൈയെടുക്കുവാനും ചിരിച്ചാനും പോകല്. അപ്പം അത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരായ ഒരു മൗലവി അവിടെ വന്നു എന്നുള്ളതൊന്നും ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യമായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞതായി സത്യമായ ഒരു രേഖ തെളിയിക്കാൻ കഴിയില്ല. ചന്ദ്രിക എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ലേഖനം എഴുതിയിരുന്ന മൗലിദ് പരിപാടിയുടെ റിപ്പോർട്ട് സമസ്തയിലെ ഈ ചന്ദ്രികയെ സപ്പോർട്ട് ചെയ്തിരുന്ന പണ്ഡിത നേതാക്കന്മാരുടെ പ്രസ്താവന പോലും ചവറ്റുകൊട്ടയിൽ തള്ളിയിരുന്ന ചന്ദ്രിക എന്ന വഹാബി ജിഹ എന്ന് പറയാം. ആ പത്രമാണ് സുന്നി നേതാവിനെതിരെ എഴുതിയതിന് തെളിവായിട്ട് ഇവർ കൊണ്ടുവരുന്നത്. ഇവർക്ക് അങ്ങനത്തെ കഴിയുള്ളൂ. യഥാർത്ഥമായൊരു സത്യമായ രേഖ എന്തിനെങ്കിലും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം ഇതാണിപ്പോൾ ആ വിഷയം. പിന്നെ അവിടുത്തെ ഒരു അടിസ്ഥാന കത്ത്, അവിടെ നിന്നാണ് വന്നൊരു ഭയങ്കര ഒരു കത്തയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഖത്തറിലെ സന്ദർശനം കഴിഞ്ഞ് നാട്ടിലെത്തുന്നത് വരെയും ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തിട്ട് സുന്നി വോയിസിൽ ഒരു ലേഖനവും എഴുതാൻ പാടില്ല എന്ന് സുന്നി വോയിസിൻ്റെ ഓഫീസിലേക്ക് കാന്തപുരം കത്തെഴുതി. എന്നിട്ട് ആ കത്തെവിടെ 45 കൊല്ലമായി സുന്നി പ്രവർത്തകർ ചോദിക്കുകയാണ്. അമ്പലക്കടവും പൂക്കോട്ടൂരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കളവുകളുടെ ആ ഏറ്റവും വലിയ ടോപ്പിലുള്ളൊരു കളവാണത്. 45 കൊല്ലമായി സുന്നി പ്രവർത്തകന്മാർ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളെടുത്ത് വേണമല്ലോ. അത് ഏപ്പിനോട് തന്നെ ചോദിച്ചാൽ അറിയാമെന്നാ പറയേണ്ടത്. ഒരു കരുവാരക്കണ്ടിലുള്ള ഒരു മുസ്ലിയാരുടെ മകളേറ്റ് ഒരു ചങ്ങായിക്ക് പ്രേമമായി. അങ്ങനെ അവസാനം കല്യാണം നടത്തേണ്ട അവസ്ഥ വന്നു. അപ്പം അതിനെക്കുറിച്ച് ഒരാൾ ഉന്നയിച്ചപ്പോൾ എന്താ തെളിവെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളാ അമ്മോശനോടും അവരോടും ചോദിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് തെളിവൊന്നും വേണ്ട, അത് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവരുടെ അവതരണങ്ങളും കളവ് പറച്ചിലുകളുമൊക്കെ. അപ്പോൾ ഏകദേശം 45 കൊല്ലം മുമ്പ് നടന്ന ആ ഒരു കത്ത് ഇവർ SYSൻ്റെ ഓഫീസിലേക്ക് അയച്ചു എന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് ആ കത്ത് കിട്ടിയിട്ട് EK അസം മുസ്ലിയാർ വളരെയധികം ക്ഷുഭിതനാവുകയും
APയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് മുഷാവറ അംഗങ്ങളോട് ചർച്ച ചെയ്യുകയും അങ്ങനെ മുഷാവറ വിളിക്കുകയും APയെ സമസ്തയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ഇതൊക്കെ സ്വന്തം തഹ്ഖീഖ് ഇങ്ങനെ പറയാണ്. അന്ന് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ശേഖരിക്കാൻ 1985 വരെയും ഇവരുടെ 18 അംഗ SYSന്റെ എക്സിക്യൂട്ടീവിൽ 7-ലേറെ അംഗങ്ങൾ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള SYS അറിയണം ഇത്. അങ്ങനെ സുന്നി വോയിസിന്റെ ഓഫീസിക്ക് ഇങ്ങനെ ഒരു കത്തയച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് തെളിയിക്കാൻ ഇതുവരെയും ആണായി പിറന്ന ഹലാലായ നിക്കാഹിൽ ജനിച്ച ഒരു അമ്മോശനുക്കും മരുമകനുക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ അവിടുത്തെ ഒരു വസ്തുത, EK അസം മുസ്ലിയാരും AP ഉസ്താദും കൂടി ഭയങ്കര വിരോധമായിരുന്നു, എതിർപ്പായിരുന്നു. കാരണം അസമോലിയരാണല്ലോ അങ്ങനെ യോഗം വിളിക്കുന്നതിനാണ് മുഷാവറ വിളിപ്പിച്ചത്. എന്നിട്ട് ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് AP സ്ഥാനം മാറ്റി. അങ്ങനെ സമസ്തയുടെ 60ാം വാർഷികത്തിൽ എല്ലാം ഒപ്പിയെടുത്ത് എഴുതിയ ഒരു സ്മരണികയുണ്ട്. നിങ്ങളുടെ ബഹാവുദ്ദീനൊക്കെ മെമ്പറായിട്ടുള്ളതായ കമ്മിറ്റിയാണല്ലോ അതിനുണ്ടായിരുന്നത്. എല്ലാവരും ആശീർവദിച്ചതാണ്. സമസ്തയുടെ 85 വരെയുള്ള രേഖ അതാണ്. അതിൽ ഒരാളെ മെമ്പറാക്കിയതും ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും അതിലുള്ള മിനിറ്റ്സുകളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിലെവിടെയെങ്കിലും APയെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്തിൻ്റെ പേരിൽ? ഖത്തറിൽ നിന്ന് കത്തയച്ചതിൻ്റെ പേരിൽ എന്നുണ്ടോ? അതില്ല. അതെന്താ കൊടുക്കായിരുന്നത്? അത് കൊടുക്കേണ്ട റിപ്പോർട്ടായിരുന്നല്ലോ. അങ്ങനെ റിപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് കള് പറയാൻ വേണ്ടിയിട്ട് മിനിറ്റ്സിലുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഈ ആരോപണം ഉന്നയിക്കുന്നവരും ആ ഉന്നയിച്ചത് പകർത്തി ടെക്സ്റ്റായിട്ട് വിടുന്നവരൊക്കെ ഒരു ഹലാലായ നിക്കാഹിൽ ജനിച്ചവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അതിന് രേഖ കൊണ്ടുവരലാണ്. അല്ലാതെ വഹാബി ജിഹയായി പ്രവർത്തിച്ചിരുന്ന ചന്ദ്രിക, ആ ചന്ദ്രികൻ്റെ റിപ്പോർട്ടല്ല ഈ വിഷയത്തിനുള്ളത്. അപ്പം ഈ കത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ചോദിക്കട്ടെ, ചന്ദ്രികയിൽ അങ്ങനെ റിപ്പോർട്ട് വന്നു, എന്നിട്ട് ആ റിപ്പോർട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടോ? സുന്നികളെ കയ്യിലുണ്ടായിരുന്ന പത്രം സുന്നി വോയിസ് ആയിരുന്നു. ആ സുന്നി വോയിസിൻ്റെ അടുത്ത ലക്കം തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ചന്ദ്രികയുടെ വാർത്ത സത്യവിരുദ്ധം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എഴുതിയിട്ടില്ലേ എന്നുള്ളത് EK അബൂബക്കർ മുസ്ലിയാരോട് ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. കാരണം അന്ന് ചീഫ് എഡിറ്റർ EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അങ്ങനത്തെ EK അബൂബക്കർ മുസ്ലിയാർ പിന്നെ APയെ കുറേ കാലം കൊണ്ടു നടന്നിട്ടുണ്ട്, APൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. 85-ലാണ് മൂപ്പർക്ക് മാറ്റവും മറുകണ്ഠം ചാടലും വന്നത്. അപ്പോൾ അതിലിഞ്ഞ് വല്ല അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി EK അബൂബക്കർ മുസ്ലിയാർ ആയിരിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കളവ് പറയുക എന്നല്ലാതെ അങ്ങനെ ഒരു കത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ഹലാലായ നിക്കാഹിൽ ജനിച്ചവരാണെന്ന് നമ്മൾ സമ്മതിക്കും. അല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഇങ്ങനെ പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. അതുപോലെ അപ്പോൾ ഈ അസം മുസ്ലിയാരും APയും കൂടി വലിയ വിമിഷ്ടത്തിലായിരുന്നു എന്നാണ്. ഒരു സെക്കൻഡ് പോലും ഇവർ തമ്മിൽ തെറ്റുകയോ യോജിക്കാത്ത സംസാരിക്കുകയോ താക്കീതിൻ്റെ സ്വരത്തിൽ സംസാരിക്കുകയോ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിച്ചവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ജീവിച്ചവരും സഹവർത്തികളായി ജീവിച്ചവരൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരെങ്കിലും ഒരാൾ സാക്ഷി പറയട്ടെ APയും EK അസമാനും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ എപ്പോഴും ഒരു എതിർപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിൽ മുഴുവനും വഹാബികൾക്ക് മറുപടി പറയുന്നതിലും വാദപ്രതിവാദം നടത്തുന്നതിലൊക്കെ ഇവർ ഒറ്റക്കെട്ടായിരുന്നു. അവസാനം ഒരു പരിപാടി, പൂനൂരിൽ നിന്ന ഒരു പരിപാടിയിൽ വഹാബികളുടെ വലിയ വലിയ തലമൂത്ത നേതാക്കന്മാരൊക്കെ ഖണ്ഡന പ്രസംഗം നടത്തി വാദപ്രതിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ നിങ്ങൾ ലോകത്തുള്ള ഏത് സലഫികളെയും കൊണ്ടുവന്നുകൂടൂ, ഞങ്ങൾ നേരിടാൻ ഈ ഹസനും APയും മതി എന്ന് സർട്ടിഫിക്കറ്റാണ് EK അസം മുസ്ലിയാർ AP ഉസ്താദിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് അന്നാളോ മർക്കസിൻ്റെ കമ്മിറ്റി ഒക്കെ നിലവിലുണ്ടല്ലോ, കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് EK അസം മുസ്ലിയാർ, ജനറൽ സെക്രട്ടറിയാണ് AP ഉസ്താദ്. അപ്പം ഇങ്ങനെ ഖത്തറിൽ നിന്ന് ഇങ്ങനൊക്കെ ഒരു അപാകത ചെയ്തു വന്ന ആളാണെങ്കിൽ ആദ്യമായി മുഷാവറ വിളിക്കലല്ല, മൂപ്പര് പ്രസിഡന്റായ ആ കമ്മിറ്റി വിളിച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കല്ലേ വേണ്ടത്. അങ്ങനെയുള്ള, കാരണം മുഷാവറയിൽ മൂപ്പര് മെമ്പർ മാത്രമേ ഉള്ളൂ അസം മുസ്ലിയാർ, മർക്കസ് കമ്മിറ്റിൻ്റെ പ്രസിഡന്റാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ഒഴിവാക്കുകയാണല്ലോ വേണ്ടത്. അപ്പം ഈ ആരോപണം AP ഉസ്താദിൻ്റെ പേരിൽ ആരോപിക്കുമ്പോൾ അതിൽ കുറ്റവാളിയാകുന്നത് EK അസം മുസ്ലിയാരും അതുപോലെ ഇവരിപ്പോൾ സംശുലമായെന്ന് പിന്നീട് പറയാൻ തുടങ്ങിയ അദ്ദേഹവുമാണ് എന്നത് നാം മറക്കാൻ പാടില്ല. അപ്പോൾ ചുരുക്കി അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണം. അങ്ങനെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് AP മാറിയില്ലെന്നാണ് പിന്നെ ചിലരുടെ ചോദ്യം. AP എന്ന് പറഞ്ഞാൽ ഓഫീസ് സെക്രട്ടറി ആയിട്ട് തലച്ചിടേണ്ട ആവശ്യമില്ല. ഓഫീസ് സെക്രട്ടറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഉസ്താദ് അത് ചെയ്തിരുന്നു എന്നല്ല. ഓഫീസ് സെക്രട്ടറി നിങ്ങൾ കാര്യഗൗരവത്തോടു കൂടെ വിഷയങ്ങൾ പരിഹരിക്കാനും മറുപടി പറയാനും അതിനൊക്കെ പറ്റിയ ഒരാളെന്നൊക്കെ ആക്കിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല വികസിച്ചപ്പോൾ അദ്ദേഹത്തെ ഓഫീസിൽ തളച്ചിട്ടാൽ പോരാ.
പൂർണ്ണമായും സംഘടനാ രംഗത്ത് നാട് ചുറ്റി സംഘടന രൂപീകരിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തെ നാട്ടിലേക്ക് ചുറ്റാൻ വേണ്ടി വിടണം. അപ്പോൾ ഓഫീസിൽ വേറൊരാൾ വേണം. എന്നിട്ട് ആ ഓഫീസിന്റെ സെക്രട്ടറി ആക്കിയത് ആരെയാണ്? KV മുഹമ്മദ് മുസ്ലിയാരെ. അപ്പോൾ ഒരു രേഖയിലും AP ഉസ്താദിനെ മാറ്റി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. സമസ്തന്റെ ഒരു മിനിറ്റ്സിലും ഒരു രേഖയിലും ഒരാളുടെ സത്യസന്ധമായി സംസാരിക്കുന്ന ഒരാളുടെ നാക്കുകൊണ്ടും പറയാൻ കഴിയില്ല. എന്നിട്ട് പിന്നെന്തേതോ KVക്ക് പിന്നെ കാര്യമായിട്ട് പരിഭാഷ ചെയ്തലും അങ്ങനത്തെ കാര്യങ്ങളും മറ്റൊക്കെ ഉള്ളല്ലോ. അത് ഇരുന്ന് എഴുതാൻ സൗകര്യം അതായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹത്തെ ഓഫീസ് സെക്രട്ടറി ആക്കുകയും AP ഉസ്താദ് നാട്ടിലിറങ്ങി സംഘടന രൂപീകരിച്ച് അതിൻ്റെ പ്രഗത്ഭനായ പ്രഭാഷകനും അതിൻ്റെ സംഘാടകനുമായി നടക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരാളെ ഓഫീസിൽ തളച്ചിടൽ തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. പ്രവർത്തിക്കാൻ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി സംസാരിക്കുവാനും പ്രവർത്തിക്കാനും താല്പര്യമില്ലാത്ത ആളുകളെയാണ് ഓഫീസ് സെക്രട്ടറി ഒക്കെ ആക്കേണ്ടത്. അപ്പോൾ വസ്തുത പറയുകയാണെങ്കിൽ അതിൻ്റെ വസ്തുത ഇത്ര മാത്രമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് മുഴുവനും കളവാണ്. സുന്നി പ്രവർത്തകന്മാർക്ക് ആർക്കെങ്കിലും മറുപടി കിട്ടാത്തൊരു വിഷയമാണെങ്കിൽ അതേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി അങ്ങനെയുള്ളൊരു കത്തുണ്ടെങ്കിൽ ഇവരുടെ കമ്മിറ്റി, ഇവരുടെ ആൾക്കാരും കമ്മിറ്റിയിൽ മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. 18-ൽ 7-ലേറെ ആൾക്കാർ അവർക്കുണ്ടായിരുന്നു, 85-ൽ പോലും. എന്നാൽ അവരത് കൊണ്ടുവരാതിരുന്നത് എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ട് അത് സൂക്ഷിച്ചില്ല? ഇങ്ങനെ ഇയാളിങ്ങനെ വഴികിട്ട് പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അതിന് ശേഷം ഓഫീസ് സെക്രട്ടറി മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് അത് സൂക്ഷിക്കാമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നുമില്ലാതെ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടുവന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ കത്ത് പരിശോധിക്കണമെങ്കിൽ നമ്മളെ കരുവാരക്കുണ്ടിലെ അമ്മോശൻ്റെയും മരുമകൻ്റെയും പെട്ടികളിൽ പരിശോധിച്ച് നോക്കിയാൽ കിട്ടും. അങ്ങനത്തെ ഒരു കത്ത് കിട്ടണമെങ്കിൽ. അതാണ് അതിനെക്കുറിച്ച് അവസാനമായി പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കത്തിനെ കുറിച്ചും കൂടി നമ്മുടെ അമ്പലക്കടവൊക്കെ മുമ്പ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലൈവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടുന്നത് പോലെ വിളിച്ചു കൂട്ടിയിട്ട് നാളെ 4 മണിക്ക് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, കാരണം നല്ലൊരു തെളിവ് കിട്ടുമല്ലോ. വേറെ കത്തെന്താണ്? SYSനെ രാഷ്ട്രീയപരമായി സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന കത്ത് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ മുഷാവറക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കത്ത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ കത്തുണ്ട്, ആ കത്ത് പുറത്ത് വിടും നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് വെച്ചു. ആ ലൈവിൽ എന്താ പറഞ്ഞത്? ഇവർ തൃശ്ശൂരിൽ നിന്ന് ഇറക്കിയ ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആര്? ഇവരെന്നെ എഴുതിയൊരു പുസ്തകം, അതാ തെളിവ്. ഇങ്ങനെയുള്ള വിവരദോഷമല്ലാതെ ഇവർ സമൂഹത്തിന് മുമ്പിൽ എഴുന്നള്ളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ കത്തിൻ്റെയും സ്ഥിതി അതാണ്. സുന്നി പ്രവർത്തകരിൽപ്പെട്ട പലരും ഈ ലീഗിൻ്റെ സീതി ഹാജിയെ പോലുള്ള ആളുകൾ പുളിക്കൽ വെച്ച് വഹാബീസത്തിന് വേണ്ടി എൻ്റെ അവസാന രക്തം വരെ ചിന്തും എന്ന് പ്രഖ്യാപിക്കുകയും ആ സീതി ഹാജിയെ സുന്നിയുടെ 95%, 99% സുന്നികളുടെ വോട്ട് കൊണ്ട് ജയിച്ചു കയറിയിട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ നിങ്ങളെ ഞങ്ങൾ വഴി നടത്തില്ല, നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് EK അബൂബക്കർ മുസ്ലിയാരാണ് അന്ന് പുളിക്കൽ വെച്ച് സംസാരിച്ചത്. അന്നൊക്കെ AP-യുടെ കൂടെയായിരുന്നു EK അബൂബക്കർ മുസ്ലിയാർ. EK അസം മുസ്ലിയാരും അതുപോലെ പറഞ്ഞു. അങ്ങനെ ഒരു സമ്മേളനം വെക്കുന്നതിനെക്കുറിച്ച് EK അസം മുസ്ലിയാർ പാണക്കാട് പോയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നേ പറഞ്ഞത്. അപ്പം അങ്ങനെ ലീഗിലൂടെ സുന്നത്തി ജമാഅത്തിന് എതിരായ നീക്കങ്ങൾ കണ്ടപ്പോൾ അസം മുസ്ലിയാരെ പോലത്തെ ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളെ രാഷ്ട്രീയ കുപ്പായം ഇടിയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് EK അസം മുസ്ലിയാരായിരുന്നു. എന്നിട്ട് ആ പറഞ്ഞതാ എന്തെന്നറിയില്ല, ഇവർ കളവ് പറയാൻ വേണ്ടിയിട്ട് മാത്രം AP ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. AP അങ്ങനത്തെ ഒരു ആവശ്യമോ അങ്ങനത്തെ ഒരു പ്രസംഗമോ നടത്തിയിട്ടില്ല. പലപ്പോഴും EK അസം മുസ്ലിയാരാണ് ഈ ലീഗ് സുന്നിയോട് ശക്തി സംഭരിച്ചുകൊണ്ട് വഹാബിസത്തിന് കൂട്ടുനിന്ന് അവർക്ക് വേണ്ടി പോഷണം നൽകുന്ന ഇത്തരം ആളുകളെ MLA-യും അതുപോലെ ചീഫ് വിപ്പുമൊക്കെ ആക്കി മാറ്റുന്നത് കണ്ടപ്പോൾ ഇതിന് തടയിടണമെന്ന് സുന്നി പ്രവർത്തകരിൽപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് തുറന്നു പറഞ്ഞിട്ട് ഞങ്ങളെ രാഷ്ട്രീയ കുപ്പായം ഇടിയിപ്പിക്കരുത് എന്ന് പറഞ്ഞതും, ആദ്യം മുസ്ലിം ലീഗ് ആകുന്നതിന് മുമ്പ് ഇസ്ലാം ആകണ്ട, ഇസ്ലാം ഇല്ലാതെ എന്ത് മുസ്ലിം ലീഗ് എന്നൊക്കെയാണ് EK അബൂബക്കർ മുസ്ലിയാർ പുളിക്കൽ നിന്നും മറ്റുമൊക്കെ പ്രസംഗിച്ചത്. അപ്പം അതിൻ്റെ വസ്തുതയും അങ്ങനെയാണ്. അങ്ങനെ ഒരു കത്തും ഇവർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 45 കൊല്ലത്തോളം അതും കബളിപ്പിച്ചു. അപ്പം ഇങ്ങനെയുള്ള 2 കത്തുണ്ട്. ഇത് സുന്നി പ്രവർത്തകന്മാരാരും വഞ്ചിക്കപ്പെടേണ്ട. ഇത് രണ്ടും ഈ അമ്പലക്കടവ് പൂക്കൂട്ടൂരാദി റഈസുൽ കദ്ദാബീങ്ങളുടെ നിർമ്മാണം മാത്രമാണ്. അവർ ശരിക്ക് ജനിച്ചവരാണെങ്കിൽ ആ 2 കത്തും ഹാജരാക്കിയാൽ അവർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.
അപ്പോൾ വസ്തുത ഇനിയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു ആശ്വാസം എന്ന നിലക്ക് അതിനെക്കുറിച്ചുള്ളൊരു വസ്തുത വിലയിരുത്തുക എന്നാണ്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു രേഖ അവർ കൊണ്ടുവരട്ടെ. അവരാളുകൾ ഉണ്ടായിരുന്നല്ലോ SVSലും സുന്നി വോയിസിലൊക്കെ. സുന്നി വോയിസിന്റെ ചീഫ് എഡിറ്റർ നീക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരവാദി ഇപ്പൊ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ. ഇദ്ദേഹം ഉത്തരവാദിയാണെങ്കിൽ അതിലപ്പുറം ഉത്തരവാദി അവരാണ്. അവരാണല്ലോ ഇദ്ദേഹത്തെ കൊണ്ടുവന്നതും ഈ സ്ഥാനത്ത് ഇരുത്തിയതും അതിനെ വളർത്തിക്കൊണ്ടുവന്നതൊക്കെ. അപ്പൊ അതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ തന്നെ അമ്പരന്ന് പോയ നിങ്ങളുടെ ഈ കാമം കരഞ്ഞു തീർക്കുകയല്ല എന്നല്ലാതെ, ഈ ദുഃഖം കരഞ്ഞു തീർക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. യഥാർത്ഥമായ സമസ്തയുടെ അതിൻ്റെ ആ തെർക്കുൽ മുവാലാത്ത് ഉൾപ്പെടെയുള്ള വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്തിനു വേണ്ടി അത് സ്ഥാപിച്ചോ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വിഭാഗമായി കീഴടങ്ങളിലോ മറ്റോ അണിനിരന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അതിനുള്ളൊരു തൗഫീക്കിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക എന്നല്ലാതെ സമസ്തയുടെ നേരവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞിരിക്കില്ലല്ലോ വേണ്ടത്. ഒരേ പേരിൽ 2 സംഘടന പ്രവർത്തിക്കുമ്പോൾ നിങ്ങളാണ് എൻ്റെ ഒറിജിനലെങ്കിൽ വേഗം ഒരു 5 റുപ്യൻ്റെ പേപ്പർ എഴുതി വാങ്ങിയിട്ട് കോടതി കൊടുക്കുകയാണല്ലോ വേണ്ടത്. എന്താ കൊടുക്കാത്തത്? എവിടെ നിങ്ങൾക്ക് കൊടിയുള്ളത്? അപ്പോൾ അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾതാന്ന് ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ 2 കത്തും പരിശോധിച്ചാൽ ഇനി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അമ്പലക്കടവിൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പെട്ടിയിൽ നിന്ന് പരിശോധിച്ചാൽ കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ പൂക്കോട്ടൂരിൻ്റെ പെട്ടിയിൽ നിന്ന് പരിശോധിച്ചാൽ കിട്ടേണ്ടതാണ്. അവിടെ നിന്ന് പോയി വാങ്ങി അത് ഹാജരാക്കണമെന്നാണ്. അങ്ങനെ കത്തെഴുതിയെന്ന് വിലപിക്കുന്ന കള്ളത്തിൻ്റെ ഈവൽസിയൻ കള്ളം പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു സത്യത്തിൻ്റെ പാതയിൽ അടിയുറച്ചു നിന്ന് സത്യം മാത്രം പറഞ്ഞ് സത്യത്തിലൂടെ നീങ്ങിയ ആളുകളെ പിന്തുണച്ച് ബാത്തിലിൻ്റെ ആളുകളെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.